ഹായ് ഗൈസ്, നിങ്ങൾക്ക് ഇപ്പോഴും ആക്നി ഇഷ്യൂസ് ഉണ്ടോ? ആക്നിക്ക് നിയസിനിമേഡ് ഉപയോഗിക്കണോ സാലിസാലിക് ഉപയോഗിക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. ഇതിന് കൃത്യമായിട്ടുള്ള ഉത്തരം ഞാൻ തരാം. ആക്നിക്ക് സിറം പറയുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറയാം. എങ്ങനെയാണ് ആക്നി ഉണ്ടാകുന്നത്? അതായത് ആക്നി ഉണ്ടാകാൻ പല റീസൺസ് ഉണ്ട്. അതിൽ പ്രധാന ഘടകമാണ് ഹോർമോൺ ചേഞ്ചസ് എന്ന് പറയുന്നത്. അതായത് PCOD ആകാം, പ്രഗ്നൻസി ആകാം, അഡൽട്ട് ഏജിൽ ഒക്കെ നമുക്ക് ആക്നി വരാനുള്ള റീസൺസ് വളരെ കൂടുതലാണ്. എന്നിരുന്നാലും ഓയിലി സ്കിന്നുകാർക്ക് മെയിൻലി ആക്നി വരുന്നതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് പോർ ബ്ലോക്കേജ് ആണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഓയിലി സ്കിന്നർ ഫേസിലൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കുഞ്ഞു കുഞ്ഞു കുഴികൾ പോലെ കാണാൻ പറ്റും, അഥവാ കുഞ്ഞു കുഞ്ഞു കുത്തുകൾ പോലെ. ഈ പറയുന്ന കുഴികളാണ് നമ്മൾ പോഴ്സ് എന്ന് പറയുന്നത്. ഈ പോഴ്സിൽ കൂടെയാണ് നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള സെബം പുറത്തേക്ക് ഒഴുകി വരുന്നത്. അപ്പോൾ ഈ സെബം വരുന്ന പോഴ്സിൽ ഒന്നെങ്കിൽ നമ്മുടെ തന്നെ ഡെഡ് സെൽസ് ആകാം, ഇല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഡസ്റ്റ് പാർട്ടിക്കിളോ കയറി അടങ്ങിയിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അടങ്ങിയിരിക്കുന്ന വഴി അകത്തുള്ള സെബം പുറത്തേക്ക് വരാൻ കഴിയാണ്ട് ഉള്ളിൽ തന്നെ ബ്ലോക്കായി കിടക്കുന്നു. ഈ ബ്ലോക്കായ അവസ്ഥയിൽ ഇതിൻ്റെ അകത്ത് ബാക്ടീരിയസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പി ബാക്ടീരിയ അഥവാ പ്രൊപ്പിയോണിക് ബാക്ടീരിയ എന്നൊക്കെ ഇതിനെ പറയാൻ പറ്റും. ഈ ബാക്ടീരിയയുടെ പ്രസൻസ് കാരണമായിരിക്കും പലപ്പോഴും നമുക്ക് ആക്നീസ് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പം ഓയിലി സ്കിന്നുകാർക്ക് ആക്നെ വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. കൂടാണ്ട് ഹോർമോൺ വഴിയും നമുക്ക് ഈ പറയുന്ന ആക്നെ ഇഷ്യൂസ് ഉണ്ടാകും. ബേസിക് ഹൈജീനൊക്കെ നമുക്ക് ആക്നെ വരുന്നതിന് മെയിൻ ഒരു റീസൺ തന്നെയാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ആക്നി ഉണ്ടാക്കുന്നത്. പക്ഷേ അപ്പോഴും നമ്മുടെ സംശയം ഇവിടെ ബാക്കിയാണ്, നിയാസിനിമേഡ് ഉപയോഗിക്കണോ സാലിസാലിക് ഉപയോഗിക്കണോ എന്നുള്ള കേസിൽ.